ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരുപാട് ഉപകാരമാവുന്നൊരു വീഡിയോ ആയിട്ടാണ്. അപ്പോൾ നമ്മുടെ വീട്ടിലെ മിക്സിയുടെ ക്ലീനിങ് ആണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ ഈ ഒരു മിക്സി സുജാതയുടെ മിക്സിയാണ്. ഇതിൻ്റെ മുകൾ ഭാഗം അഴിച്ചു മാറ്റിയിട്ടുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ ഉൾഭാഗത്തൊക്കെ നിങ്ങൾക്ക് കാണുന്നില്ല, നന്നായിട്ട് തന്നെ ചളി പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ കഴുകിയെടുക്കാനാണെങ്കിൽ നല്ല ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇതൊന്ന് അഴിച്ചു മാറ്റിയിട്ട് എങ്ങനെയാണ് ക്ലീൻ ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം. അപ്പോൾ ഞാനിത് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് യൂട്യൂബിലൊക്കെ ഒരുപാട് സെർച്ച് ചെയ്ത് നോക്കിയിരുന്നു. അപ്പോൾ ഇതൊന്ന് അഴിച്ചു മാറ്റിയെടുക്കുന്ന ഒരു വീഡിയോ യൂട്യൂബിലൊന്നും കണ്ടില്ല. അപ്പോൾ ഇത് റിപ്പയർ ചെയ്യുന്ന കടയിൽ ചോദിച്ച് മനസ്സിലാക്കിയതാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഒരു മുകൾ ഭാഗം ഈ സൈഡ് ഭാഗത്തായിട്ടൊന്ന് ലോക്ക് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ ആദ്യം ഇതിൻ്റെ മുകളിലായിട്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതിൻ്റെ വലതുഭാഗത്തേക്ക് ഒന്ന് തിരിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്കിത് അഴിച്ചെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ കുറച്ച് ശക്തിയോട് കൂടി വേണ്ട തിരിച്ചെടുക്കാൻ, അപ്പോഴാണ് ഇത് ശരിക്കും കിട്ടുള്ളൂ. അപ്പോൾ എനിക്കിത് ഫസ്റ്റ് ഒന്നും ട്രൈ ചെയ്തപ്പോൾ കിട്ടിയിട്ടില്ലായിരുന്നു. എൻ്റെ ഹസ്സാണ് ഇവിടെ അഴിച്ച് മാറ്റിയിട്ടുള്ളത്. പിന്നെ ഒരു 3-4 തവണ ചെയ്ത് നോക്കിയപ്പോൾ എനിക്കും നല്ല ഈസി ആയിട്ട് തന്നെ ചെയ്യാൻ പറ്റിയിട്ടോ. ഇനി ഇതെങ്ങനെയാണ് ഫിറ്റ് ചെയ്യുന്നത് നമുക്ക് വീഡിയോയുടെ അവസാനം കാണിക്കാം. ഇതൊന്ന് ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്കത് ഫിറ്റ് ചെയ്യുന്ന സമയത്ത് കാണാം കേട്ടോ. അപ്പോൾ നമുക്ക് ഇത് ക്ലീൻ ചെയ്തെടുക്കാം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു പാത്രത്തിലേക്ക് ഒരല്പം ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുത്തിട്ടുണ്ട്, സോഡാപ്പൊടി. ഇനി ഇതിലേക്ക് ഒരല്പം വിനാഗിരി ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് കുറച്ച് ഡിഷ് വാഷ് ലിക്വിഡും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇതൊക്കെ കുറച്ചുകൂടി എടുത്താൽ മതി, പ്രത്യേകിച്ച് അളവൊന്നുമില്ല കേട്ടോ. എന്നിട്ട് ഇത് നന്നായിട്ട് ബ്രഷ് ഉപയോഗിച്ചിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഈ ഒരു ബ്രഷ് ഉപയോഗിച്ചിട്ട് തന്നെ ഇതിൻ്റെ മുകൾ ഭാഗം നന്നായിട്ട് ക്ലീൻ ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഒരു ചളി പിടിച്ച ഭാഗമൊക്കെ ബ്രഷ് ഉപയോഗിച്ച് നന്നായിട്ട് ഉരച്ച് വൃത്തിയാക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിന് മുകളിലായിട്ട് ഒരല്പം സോഡാപ്പൊടി ഒന്ന് വിതറി കൊടുത്തിട്ട് ഒരല്പം വിനാഗിരി കൂടി ഒഴിച്ചു കൊടുത്തിട്ട് കുറച്ച് സമയം വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഞാനിവിടെ അതൊന്നും ചെയ്തിട്ടില്ല. ഒരുപാട് പിടിച്ചിട്ടുള്ള കറകളൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ പോവും, അങ്ങനെ കുറച്ച് സമയം ചെയ്ത് വെക്കുകയാണെങ്കിൽ കേട്ടോ. അപ്പോൾ ഇതിൻ്റെ എല്ലാ സൈഡും ഞാൻ ബ്രഷ് ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് ഉരച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തുടച്ചെടുക്കണം. അപ്പോഴാണ് ഇനി എവിടെയും ചളി ഉണ്ടോയെന്ന് മനസ്സിലാവുള്ളൂ. അപ്പോൾ ഇതിന് വേണ്ടി ഇതുപോലെ ഒരു കോട്ടൻ്റെ ക്ലോത്ത് എടുക്കുക. ഞാൻ ഇതുപോലെ ക്ലോത്ത് എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഒരു ഭാഗം ഒന്ന് നനച്ചെടുക്കുക. ഒരുപാട് വെള്ളം ഉണ്ടാവരുത്, ജസ്റ്റ് ഒന്ന് നനച്ചെടുത്താൽ മതി. എന്നിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് ഇതിലുള്ള ഈ ഒരു വെള്ളമൊക്കെ ഒന്ന് ഒപ്പിയെടുക്കുക. അപ്പോൾ ഇതിൻ്റെ സൈഡിലൊക്കെ ഇതുപോലെ തുണിയൊന്ന് വെച്ചിട്ട് നന്നായിട്ട് തന്നെ ഒപ്പിയെടുക്കണം കേട്ടോ. അപ്പോൾ ഇതിനുള്ളിലെ ചളിയൊക്കെ നമുക്ക് പെട്ടെന്ന് ക്ലീൻ ചെയ്യാൻ കഴിയും. അപ്പോൾ ഇതിവിടെ വൃത്തിയായി വന്നിട്ടുണ്ട്. ഇനി ഈ ഒരു ഉണങ്ങിയ ഭാഗം വെച്ച് നമുക്ക് വീണ്ടും ഒന്ന് തുടച്ചു കൊടുക്കാം. ഇനി ഇതിൻ്റെ 4 ഭാഗത്തും ഇതുപോലെ ഒരു ബട്ടൺ പോലെ കാണാം. അതൊന്ന് അഴിച്ചെടുത്തിട്ട് അതൊന്ന് തുടച്ച് വൃത്തിയാക്കാം. അപ്പോൾ നമ്മൾ ക്ലീൻ ചെയ്യുന്നതിന് മുമ്പ് അത് അഴിച്ചെടുക്കരുത്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ കുഴിയിലേക്കൊക്കെ ചളിയും വെള്ളമൊക്കെ ഇറങ്ങിയിട്ട് പിന്നെ ക്ലീൻ ചെയ്യാൻ ഒന്നുകൂടി ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ എല്ലാം ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ട് ഇതും കൂടി ഒന്ന് നന്നായിട്ട് തുടച്ചെടുത്ത് വൃത്തിയാക്കി അവിടെ വെച്ച് കൊടുത്താൽ മതി. ഇപ്പോൾ നമ്മുടെ മിക്സി ഇവിടെ അടിപൊളിയായിട്ട് ക്ലീൻ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ എല്ലാ ഭാഗവും ഞാൻ ഈ ഒരു തുണി വെച്ച് തുടച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഒരുപാട് ചളി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ബ്രഷ് ഉപയോഗിച്ചിട്ട് തന്നെ ഇതിൻ്റെ എല്ലാ ഭാഗവും ഒന്ന് ക്ലീൻ ആക്കി എടുക്കാം. അപ്പോൾ ഇവിടെ ഒരുപാട് ചളിയൊന്നും ഇല്ല, അതുകൊണ്ട് തന്നെ ഞാൻ ഈ ഒരു തുണി വെച്ച് നന്നായിട്ടൊന്ന് തുടച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാനിവിടെ എല്ലാ വശവും തുടച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലെ ഹോളുള്ള ഭാഗത്ത് നമുക്ക് ഈ തുണി വെച്ചിട്ട് തുടച്ചെടുക്കാം. ഈ ഒരു ഹോളുള്ള ഭാഗത്ത് നമ്മൾ ബ്രഷ് ഉപയോഗിച്ചിട്ട് വെള്ളമാക്കിയൊന്നും ഉരച്ചു കൊടുക്കരുത് കേട്ടോ. അങ്ങനെയാണ് ഇതിൻ്റെ ഉള്ളിലേക്ക് വെള്ളം ഇറങ്ങിപ്പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അവിടെ തുണി വെച്ചിട്ട് തന്നെ തുടച്ചെടുത്താൽ മതിയാവും. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരമാവുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസ് ലഭിക്കാൻ വേണ്ടിയിട്ട് തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്ത് വെക്കണം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ മുകൾ ഭാഗം അഴിച്ചെടുത്തത് ഇതിൽ നിറയെ ചളിയുണ്ട്. അപ്പോൾ ഞാനിത് സിങ്കിൽ കൊണ്ടുപോയിട്ട് ഈ ഒരു ബ്രഷ് ഉപയോഗിച്ചിട്ട് തന്നെ നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്ത് കൊണ്ടുവരാം. അപ്പോൾ ഇതിവിടെ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് തന്നെ ഈ തുണി വെച്ച് തുടച്ചെടുത്തിട്ട് ഇതിലെ വെള്ളമൊക്കെ നീക്കം ചെയ്യണം. എന്നിട്ട് നമുക്കിത് ഇവിടെ ഫിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മളിത് ആദ്യം വലതുഭാഗത്തേക്ക് തിരിച്ചിട്ടാണ് അഴിച്ചെടുത്തത്. ഇനി നമുക്കിത് ഇടതുഭാഗത്തേക്കൊന്ന് തിരിച്ചു കൊടുത്തിട്ട് അവിടെ ഒന്ന് ലോക്കാക്കി കൊടുത്താൽ മതി. ഇതിൻ്റെ 2 ഭാഗത്തായിട്ട് ഇതുപോലെ ഒന്ന് കാണാം. അത് കറക്റ്റായിട്ട് നേരെ വെച്ച് കൊടുത്തിട്ട് ഇടത് ഭാഗത്തേക്കൊന്ന് തിരിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ അവിടെ ഒന്ന് ലോക്കായി കിട്ടും. ഇത് കണ്ടോ, ഇപ്പോൾ ഇവിടെ ലോക്കായിട്ടുണ്ട്. അപ്പോൾ വളരെ ഈസി ആയിട്ട് എല്ലാവർക്കും ഇത് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻറ്റായിട്ട് അറിയിക്കണം. അപ്പോൾ നിങ്ങൾക്ക് എത്ര പേർക്ക് യൂസ്ഫുൾ ആയി എന്നറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇനി അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്